ഹായ് ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദേ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോകുവാണേ. അപ്പൊ ദേ ആബുക്കുട്ടൻ ദേ അപ്പാടെ കയ്യിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരല് ഇച്ചിരി പാടാം. അപ്പൊ ദേ നമ്മൾ പോയത് വേറെ എങ്ങോട്ടും അല്ല, ജോയാലുക്കാസിലായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് വർഷങ്ങളായിട്ട് സ്വർണ്ണം എടുക്കാറുള്ളത്. അപ്പൊ ദേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആബുക്കുട്ടന്റെ ഒരു ചെയിൻ അവൻ കടിച്ചു പൊട്ടിച്ചായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മാറണം. അതുപോലെ തന്നെ വേറെയും കുറച്ച് ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ദേ അവിടെ ചെന്ന പാടെ ദേ നമുക്ക് നല്ലൊരു കോഫി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കും ദേ ആബുക്കുട്ടന് നല്ലൊരു ബലൂണും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ആബുക്കുട്ടന് പിന്നെ അത് മതിയല്ലോ. ആബുക്കുട്ടൻ പിന്നെ അതുമായിട്ടുള്ള കളിയായിരുന്നു. പുറത്ത് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഉണ്ണി ഉണ്ടെങ്കിൽ പിന്നെ ആബുക്കുട്ടന് ഉണ്ണീനെ മതി. അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ തലയിലായിരുന്നു. പിന്നെ ദേ ക്രിസാമോളും കെങ്കുട്ടനും ഈ ആനയുടെ അടുത്തുനിന്ന് മാറുന്നില്ലായിരുന്നു. അവർക്ക് അതും മതി. പിന്നെ ഗോൾഡ് പർച്ചേസ് നടന്നിരിക്കേതേ ആബുക്കുട്ടനും ക്രിസാമോളും ജ്വല്ലറിയിലാണോ അതോ പാർക്കിലാണോ എന്നുള്ളത് യാതൊരു പിടിയുമില്ല. അവര് മൊത്തം അവിടെ തകർത്ത് വാരി. അപ്പൊ ദേ ആബുക്കുട്ടന്റെ പുറകെ ഓടി ഞാൻ മടുത്തു. അപ്പോഴേക്കും ദേ അവിടെ നിന്ന് ഒരു നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ തളർച്ചയെ അകറ്റാൻ ആ നാരങ്ങ വെള്ളം ധാരാളമായിരുന്നു. അപ്പൊ ദേ നമ്മുടെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. അപ്പൊ ഇതിന്റെ ബാക്കിയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.